വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് ഈ ഒരു ചൂടുകാലത്തൊക്കെ എത്ര കുടിച്ചാലും പോയി തീരാത്ത ഒരത്ഭുതപ്പെടുത്തുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. ഈ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സാബുനരിയാണ്. ഒരു 3 പിടുത്തം സാബുനരി അങ്ങോട്ട് എടുക്കുക. ഏകദേശം ഒരു 3/4 ഗ്ലാസ്സോളം ഉണ്ടാവും. നല്ല അത്യാവശ്യം വലുപ്പമുള്ള മണി ആണ് കേട്ടോ. അപ്പോൾ ചെറിയ കുഞ്ഞ് സാബുനരിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ സാബുനരി വെച്ചിട്ട് നിങ്ങൾ കരിക്കഞ്ഞി പാൽവായക്കൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒന്നങ്ങോട്ട് മാറ്റിയിട്ട് ഈ ഒരു വെറൈറ്റി ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. വലിയൊരു ചിലവോ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊരു 2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തീമിൽ വെച്ചിട്ടുണ്ട്. അത് ഒരൊറ്റ വിസിലടിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, 1/4 ഗ്ലാസ്, ഇനിയിപ്പോൾ കോൺഫ്ലോർ ആയാലും കുഴപ്പമില്ല, അതല്ല നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ കൂവപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് എടുത്തോളി. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് 1/4 ഗ്ലാസ് കോൺഫ്ലോർ ആണ്. അപ്പോൾ ആ ഒരു 1/4 ഗ്ലാസ് കോൺഫ്ലോർ, 1/4 കപ്പ് കോൺഫ്ലോർ, അതായത് ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് എന്ത് ചെയ്യണം, ഒരു 1.5 ഗ്ലാസ് വെള്ളം, സാധാരണ നോർമലി വാട്ടറാണ്, ചുടുവെള്ളം ഒന്നുമല്ല, ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ആദ്യമേ 1.5 ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിക്കണ്ട. ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു പൊടി നല്ലോണം ഒന്ന് കട്ടകളൊന്നുമില്ലാതെ ഉടച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പരുവത്തിലാവും. ഈ ഒരു സമയത്ത് കുറച്ചും കൂടി സമയം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ തിളച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ, 1/4 ഗ്ലാസ് പൊടിയിലേക്ക്, ഇനിയിപ്പോൾ ഏത് പൊടിയാണെങ്കിലും 1/4 ഗ്ലാസ് പൊടിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. അത്രയാണ് എടുക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല ചൂടോട് കൂടി തന്നെ, നമുക്ക് ചൂടാറാനൊന്നും നിൽക്കരുത്, പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. പാത്രത്തിൽ ഓയിലൊന്നും പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 സാസർ എടുത്തിട്ടുണ്ട്. ഈ ഒരു സാസറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടോട് കൂടി തന്നെ പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ കളറ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫുഡ് കളറൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ഫ്ലേവറുള്ള ഏതെങ്കിലുമൊക്കെ എസൻസ് ഉണ്ടെങ്കിൽ ഒഴിച്ചെടുത്തോളി. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് കളർ ചേർത്ത് കൊടുത്തോളിട്ട്, കാരണം കുറച്ച് കളർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഫുഡ് കളർ ചേർക്കാതെ നിങ്ങൾക്ക് ഈ ഒരു റെഡ് കളർ കിട്ടണമെങ്കിൽ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് അല്ലെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക. ഇതുണ്ടല്ലോ ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇത്തിരി ഇതുണ്ടല്ലോ മല്ലിച്ചപ്പല്ലാത്ത പുതിനയില, അതിൻ്റെ ജ്യൂസ് എടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു 2 കളർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ എസൻസുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കുന്നതിനേക്കാളും നല്ലത് 2 രീതിയിലുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ത് ചെയ്യുക, കുറച്ച് പുതിനയില അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. അപ്പോൾ പച്ച കളർ കിട്ടും. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല ചൂടോട് കൂടി മിക്സ് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റ് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ 2 കളറും കിട്ടും. ഞാനിപ്പോൾ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ സ്ട്രോബെറി എസൻസും പിസ്ത എസൻസുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്ലേവറിൽ നമുക്ക് കിട്ടും ചെയ്യും. അതവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ സാബുനരി തീമൽ വെച്ചിനല്ലോ. അപ്പോൾ അത് ഒരൊറ്റ വിസിലൊക്കെ അടിഞ്ഞ് അതിൻ്റെ ഫ്ലെയിമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം, അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ. നല്ലോണം കഴുകിയെടുക്കുക. ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട്, തണുത്ത വെള്ളം തന്നെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമല്ല, നമ്മൾ നോർമലി വാട്ടർ എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് ഇങ്ങനെ ഊറ്റി വെക്കുക. ഇനി ഈ വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ എന്തിനാ വെച്ചാൽ ഇങ്ങനെ കഴുകണത് ഇതിങ്ങനെ ഓരോ മണിമണിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചൂടാറി വരുമ്പോഴേക്കും ആ വെള്ളത്തിൽ കിടന്നിട്ട് നല്ലോണം ഒട്ടിപ്പിടിക്കും. പിന്നെ നമുക്ക് വേണ്ടത് പഴം, ഏത് തരത്തിലുള്ള പഴമാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് അതെടുത്തോളി. ഇനിയിപ്പോൾ ഞാനിപ്പോൾ മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. അതിവിടെ 2-3 ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഈ ഒരു പഴം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ ഒരു ഡ്രിങ്കിലേക്ക് പഴം മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഴം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വിട്ട് നിൽക്കുന്നില്ല കേട്ടോ. കുട്ടികളൊക്കെ പീടികയിലേക്കൊക്കെ ഓടിച്ചിട്ട് പഴമൊക്കെ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ ഏത് പഴം വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3 മൈസൂർ പഴമാണ് എടുക്കുന്നത്. ചില ഭാഗത്ത് ഇതിന് വാളംകോടൻ പഴം എന്നൊക്കെ പറയാറുണ്ട്.
നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഈ ഒരു പഴത്തിന് പറയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ, നമുക്കും കൂടെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതാ ഇനി കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാല് നല്ലോണം കട്ട പിടിച്ചിട്ടുള്ള കട്ടപ്പാലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കട്ട പാലാണ് കേട്ടോ. പക്ഷെ ചില ആളുകളൊക്കെ ഉണ്ട് പാക്കറ്റ് പാലൊക്കെ വാങ്ങിയിട്ട് ആ ഒരു കട്ട പാല് നേരെ കൊണ്ടുപോയിട്ട് ജ്യൂസ് കടിക്കുന്നത്. പക്ഷെ അത് നമുക്ക് അത്ര അങ്ങോട്ട് നല്ലൊരു പരിപാടിയല്ല. പാല് കാച്ചിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കുഞ്ഞിക്കയിൽ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലൊരു യെല്ലോ ഷെയ്ഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഷെയ്ഡ് കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാ യെല്ലോ കളർ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫുഡ് കളർ നോമ്പല്ലേ ചേർത്ത് കൊടുക്കാതിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കളറിന് ഒരു മാംഗോ എസൻസ് ഒക്കെ ചേർക്കുന്നത്, കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ വീഡിയോ ഒന്നും എടുക്കാതെ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് മാത്രം ചെയ്യുമ്പോൾ ഇങ്ങനെ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതുപോലുള്ള മാംഗോ എസൻസൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് വെച്ചോളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് ഒരു വെറൈറ്റി രുചി കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇത് അടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോഴാണ് ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ലല്ലോ എന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ ലേശം ഒരു 1/4 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാത്രം കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വലിയ പാത്രം എടുക്കട്ടെ. എന്നിട്ട് ഈ ഒരു മിക്സ് ഇതിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നല്ലോണം പാകത്തിന് ഇളക്കാനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു 2 ഗ്ലാസ് പാല് നല്ലോണം കാച്ചി തണുപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കിയിട്ടുള്ള പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് പാലിൻ്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. പാല് പഞ്ചസാര എന്നൊക്കെ പറഞ്ഞത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷെ പാല് കൂടുതൽ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനിയിപ്പോൾ പാല് തീരെ ചേർത്തില്ലെങ്കിലും ഈ ഒരു ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഇതിൻ്റെ രുചി എന്താന്ന് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത്രക്കുമാണ്. പിന്നെ നമുക്കൊരു വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കട്ടോ. അവർക്ക് അന്തം വിട്ട് പോകുന്നത് എന്താണ്, കാരണം ഒന്നാമത് നമ്മൾ ഈ ഒരു ഈ ചെറിയ കഷ്ണങ്ങളുണ്ടല്ലോ ഇതിലേക്ക് ചേർക്കണം. ഈ ഒരു ജെല്ലി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ജെല്ലി നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ വെച്ചാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കത്തിയോണ്ട് ഇങ്ങനെ 4 സൈഡും ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ തള്ളി കൊടുക്കുമ്പോഴേക്കും ചെറിയ പീസായിട്ട് കാണാൻ എന്ത് മൊഞ്ചാണല്ലേ, നല്ല മൊഞ്ചാണ്. പിന്നെ ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു പിസ്തൻ്റെ ഫ്ലേവറും സ്ട്രോബെറിയുടെ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കടി കിട്ടുമ്പോൾ പിന്നെ പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ വീട്ടിലൊന്നും സൽക്കാരമൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോകുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കണ്ടിട്ട് വെച്ചോളൂ കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കണം. കാരണം ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിക്കുമ്പോണ്ടല്ലോ ഇതിൻ്റെ ഈ കളറുകളും ഈ ഒരു സാബുനരിയും, നമ്മുടെ നാട്ടിലിതിന് സാബുനരി എന്നാട്ട് പറയില്ല, ചിലയിടത്തൊക്കെ ചൊവ്വരി, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് പല പേരും കമൻറ്റ് ചെയ്ത് ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുക ഒരുപാട് സന്തോഷമാണ് നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇത് മുഴുവനും ഞാൻ ഇതുപോലെ ചിക്കിച്ചകഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൂപ്പർ വെറൈറ്റിയാണ് കേട്ടോ. ഇതിങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോഴാണ് ഇത് മനസ്സിലായത്. ഇപ്പോൾ മുകളിൽ നിൽക്കുന്ന കാണാത്ത എന്താ പറയുക, നിറച്ച് പാത്തയാണ്. നമ്മൾ ഈ പാലൊക്കെ അടിച്ചെടുത്ത് നല്ല തണുപ്പോടുകൂടി അടിച്ചെടുത്തുകൊണ്ട് തന്നെ നെയ്യൊക്കെ പൊന്തി നല്ല പതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വൈറ്റ് കളർ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലാക്ക് കളറിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് കളറൊക്കെ കാണുക. അപ്പോൾ ഈ ഒരു കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറുതാക്കിയിട്ടോ വലുതാക്കിയിട്ടോ ഒക്കെ ചെയ്യട്ടോ. കണ്ടപ്പോൾ നല്ല വലിയ ടൂട്ടി ഫ്രൂട്ടി പോലെ ഉണ്ടല്ലേ കഷ്ണങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് വലിയൊരു ചിലവൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കണ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ വേണം. ഫ്രൂട്ട്സിനൊക്കെ കത്തുന്ന വിലയാണ്. ഒരു ഫ്രൂട്ട് സലാഡ് നമ്മൾ ഉണ്ടാക്കണേ ചുരുങ്ങിയത് 500 രൂപയെങ്കിലും വേണ്ടി വരും കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ അടിപൊളി
ഈ ഒരു ഡ്രിങ്ക്. ഇപ്പോൾ നിങ്ങൾക്ക് തണുപ്പിക്കേണ്ട ആവശ്യമില്ല, ഇത് തണുപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിച്ചോളൂ. നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും തറാവീഹ് കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിലും ഒക്കെ അത് നിങ്ങൾക്ക് ഉണ്ടാക്കി കുടിക്കാം. ഇപ്പോൾ ഈ ഒരു കഷ്ണങ്ങൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഈ ഒരു കളർഫുള്ള് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഈ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്തെടുത്തോളൂ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചൊവ്വരിയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യണത്. എനിക്കിത് ഒരുപാട് ചൊവ്വരിനേക്കാളും ഇഷ്ടത്തിത്തെ ഈ ഒരു ജ്യൂസ് വെള്ളം ഇങ്ങനെ കുടിക്കാനാട്ടോ. കാരണം നോമ്പ് തുറക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഒരുപാട് ചൊവ്വരിനേക്കാളൊക്കെ ഇഷ്ടം വെള്ളമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടം വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തോളൂ കേട്ടോ, നല്ല രുചിയായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ സപ്പോർട്ടാണ് എൻ്റെ ഉയർച്ച. അപ്പോൾ നിങ്ങൾ ഈ ഒരു നിലയിലൊക്കെ എത്തിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കുടിക്കട്ടെ. എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവും. നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷമാവും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.